കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ ലോകത്തെയും പ്രത്യേകിച്ച് ഭാരത ജനതയെയും ഞെട്ടിച്ച കുറേ സംഭവ വികാസങ്ങളിലൂടെ നാം ഒക്കെ കടന്നു പോവുകയായിരുന്നു. വാർത്താമാധ്യമങ്ങൾ സത്യവും അസത്യവുമായ കാര്യങ്ങളെയും അർത്ഥസത്യങ്ങളെയും ഒക്കെ നമുക്ക് മുമ്പിൽ വെളിവാക്കുമ്പോൾ എന്താണ് ദൈവത്തിൻ്റെ യഥാർത്ഥമായ സ്വരമെന്ന് തിരിച്ചറിയുവാനുള്ള ഒരു വെമ്പലിലായിരുന്നു ഭാരത ജനത മുഴുവൻ. ഇപ്പോൾ നമുക്ക് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആശ്വാസജനകമായ ഒരു വാർത്ത അറിഞ്ഞു. ഈ പ്രിയപ്പെട്ട സന്യാസ സഹോദരിമാരെ ബഹുമാനപ്പെട്ട സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും പ്രീതി മേരിക്കും നിരുപാധികമായിട്ടുള്ള അല്ലെങ്കിൽ കണ്ടീഷണൽ ബെയിൽ അനുവദിച്ചു എന്നുള്ളത്. ബഹുമാനപ്പെട്ട അച്ഛൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജാമ്യം എന്ന് പറയുന്നത് വ്യവസ്ഥകൾ വെച്ചുള്ള ജാമ്യമാണ് അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അവർ കുറ്റാരോപിതർ എന്ന ടൈറ്റിലിൽ തന്നെയാണ്. ഈ ഒരു സംഗമം ഇവിടെ കൂടിയിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം ആ സിസ്റ്റേഴ്സിനെ കുറ്റാരോപിതരുടെ പട്ടികയിൽ ഇനിയും ചാർത്തി അവിടെയും ഇവിടെയും അപമാനങ്ങളുടെ ശരങ്ങൾ ഉതിർക്കുക എന്നുള്ളതല്ല, അവർ കുറ്റവിമുക്തരാണ് എന്ന് അറിയുവാനാണ് ഈ ഭാരത ജനത, പ്രത്യേകിച്ച് കേരള മനസാക്ഷി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. കാരണം ക്രിസ്തു എന്ന പരമകാരുണികനായ ദൈവത്തിൻ്റെ വചനങ്ങളെ അപ്പാടെ ശിരസാവഹിച്ച് അനുസരിച്ചു എന്ന ഒരു കാര്യം മാത്രമേ ഈ സഹോദരിമാർ ചെയ്തിട്ടുള്ളൂ. ഇത് പറയുന്നതിന് മുൻപ് ഈ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് ഈ ലോകം മുഴുവനൊന്നും അറിയണമെന്ന് ഒരു സന്യാസ പ്രതിനിധി സഹോദരി എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ദിവസം